എലികളുടെയും പെരുച്ചാഴികളുടെയൊക്കെ ശല്യം കൊണ്ട് മടുത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു എലികളുടെയും പെരുച്ചാഴിയുടെയൊക്കെ ശല്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ശർക്കരയാണ്. അപ്പോൾ ഇതിന് പുതിയത് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് പഴകിയതൊക്കെ ആയിട്ടുള്ള നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് വെള്ളമാവൂലേ, ഉരുകുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം നിർബന്ധമല്ല. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ ഒരു ശർക്കരയുടെ പകുതിയാണ് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചീവി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ ഒന്ന് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒന്നിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. നല്ലപോലെ ശല്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എല്ലായിടത്തും എല്ലായിടത്തും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മുഴുവനായിട്ട് എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഒരു 1-2 സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് പാരസിറ്റമോൾ ഗുളികയാണ് കേട്ടോ. അപ്പോൾ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസിറ്റമോളോ അല്ലെങ്കിൽ ഡോളോയുടെ ഒക്കെ ടാബ്ലറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കവറിൽ ഇട്ട് കൊടുത്തൊന്ന് മടക്കിയെടുക്കാം. ഇത് നമ്മളിതൊന്ന് ഇടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പോലെ തന്നെ ഫൈൻ പൗഡർ ആക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിതാ ഇതുപോലെയാണ് പൊടിച്ചെടുക്കുന്നത്. യാതൊരു നിർബന്ധവുമില്ല അതുപോലെ തന്നെ വേണമെന്നുള്ളത്. നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ആവശ്യമുണ്ട്. ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മളിനിത് ഈ ഒരു ടിപ്പ് കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 5 സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ അത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ടിപ്പ് നമുക്ക് 100% എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുള്ളൂ. പിന്നെ നമ്മളിത് ഇതുപോലെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു ശർക്കരയുടെ പാനിയിൽ നമ്മൾ ഈ ഒരു പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റ് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെയുള്ള പഞ്ഞിയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഒരു റോളൊക്കെ കുറഞ്ഞ വിലക്ക് തന്നെ കിട്ടും. കഴിവതും നമ്മൾ ഇതുപോലെയുള്ള പഞ്ഞി തന്നെ എടുക്കുക കേട്ടോ. നമുക്കിത് ഈ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് യൂസസ് ഉള്ള ഒരു സാധനം തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇനി അതെല്ലാം നമുക്കൊരു വിധത്തിലും ഇത് വാങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി, അതിൽ ഈ ഒരു പാനി, നമ്മൾ ശർക്കര പാനി ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉരുളകൾ ഉരുട്ടി എടുക്കുക. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊത്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊന്നും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് അകത്തും മാത്രമല്ല പുറത്തും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. പുറത്ത് എലികളുടെ മാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇത് കൊണ്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു പഞ്ഞിയിൽ മുക്കി ഉരുളകൾ ഉരുട്ടുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം അത് ഈ ഒരു പാനി വലിച്ചെടുക്കുന്നുണ്ട്. ഒരു ഉരുള തന്നെ എത്രത്തോളം വലിച്ചെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതിൽ 5 പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എലികളുടെയും പെരുച്ചാഴികളുടെയൊക്കെ വയറ്റിൽ ഈ ഒരു പാരസിറ്റമോൾ കണ്ടൻ്റാണ് എത്തുന്നത്. അതും വളരെ കൂടുതലായിട്ട് തന്നെ എത്തുന്നുണ്ട്. ഇത് കൂട്ടത്തിൽ പഞ്ഞി കൂടി ആകുമ്പോൾ എലികൾക്കും പെരുച്ചാഴികൾക്കൊക്കെ ഡൈജഷൻ്റെ പ്രോബ്ലം വരും. അതുപോലെ തന്നെ വയറ് സ്തംഭിക്കും. ഇതൊന്നകത്ത് ചെല്ലുമ്പോൾ തന്നെ പിന്നെ എലികളുടെയും പെരുച്ചാഴികളുടെയൊക്കെ ശല്യം പിന്നെ നമുക്ക് ഇല്ലാതിരിക്കും.
അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് എലികളുടെ പെരുച്ചാഴിയുടെ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഉരുളകളൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പിൻ്റെയൊക്കെ താഴെ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്ത് എലികളുടെ ശല്യം ഉണ്ടാവാറുണ്ട്, അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കിച്ചണിലേക്ക് വരുന്ന വഴിയിൽ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു 2 ഉരുളകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടേക്കാണ് വരുന്നത് നമുക്കറിയാലോ, ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ താഴെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ എവിടെയൊക്കെയാണോ ശല്യമുള്ളത് അവിടെയൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുത്ത് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്